ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നൊരു അടിപൊളി പനീർ ബട്ടർ ചിക്കൻ ആണ്. നമുക്കിത് ഗീ റൈസിന്റെ കൂടെ പൊറോട്ട, ബട്ടർ നാൻ എല്ലാത്തിനും കൂടി അടിപൊളിയായിട്ട് ചേർന്ന് പോകുന്നൊരു ഡിഷാണ്. സോ നേരെ നമുക്ക് റെസിപ്പി വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ്. സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മാഗി ക്യൂബ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, അതായത് നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വിനെഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ നാരങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ, അതായത് പനീർ ബട്ടർ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു മസാലയ്ക്ക് ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അറിയാലോ, പേര് പോലെ തന്നെ ബട്ടർ ചിക്കൻ നമ്മൾ ബട്ടറിലാണ്, ഫുള്ളി ബട്ടറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലും കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ, പക്ഷെ ബട്ടർ മസ്റ്റാണ്. ഈ ബട്ടറിൽ നമ്മൾ കുറച്ച് ഗാർലിക്, ഇത് നമുക്ക് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ പേസ്റ്റ് ഗ്രൈൻഡ് ചെയ്യും. സോ അതിനായിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള ഗാർലിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഗാർലിക് ചെറുതായിട്ട് സോട്ടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കാഷ്യൂ, ഇതിൻ്റെ വൺ ഓഫ് ദ ടേസ്റ്റ് എൻഹാൻസറാണ് നമ്മുടെ ഈ കാഷ്യൂ. അപ്പം നമുക്ക് കാഷ്യൂ കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം നമ്മൾ കുറച്ചധികം കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ബട്ടറിൽ കിടന്നിട്ട് സോട്ടാവട്ടെ നല്ലോണം. കാഷ്യൂസ് ജസ്റ്റ് സോട്ടായി വരുന്ന ടൈമിൽ ഒരു മാഗി ക്യൂബ് നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ, കാരണം ഇതെല്ലതും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ 4 വറ്റൽമുളക് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഇടുക കേട്ടോ. പിന്നെ നമ്മൾ അണിയൻ ആൻഡ് ടൊമാറ്റോസ് ഒരുമിച്ചാണ് ഇടുന്നത്, കാരണം ഇത് സോട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ രണ്ടിനും ഏകദേശം ഒരേ കൈൻഡ് ഓഫ് വേവ് എത്തിയാൽ മതി കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടു. ഫസ്റ്റ് നമ്മൾ നോർമൽ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അണിയന് ഫസ്റ്റ് സോട്ട് ചെയ്ത് ദെൻ ടൊമാറ്റോ, അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു മാഗി ക്യൂബ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഒരു ചെറിയ പീസും കൂടി ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് നമ്മൾ കസ്തൂരി മേത്തി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത്, അതായത് നമ്മളെ ബട്ടർ, പിന്നെ നമ്മുടെ മാഗി ക്യൂബ്, ഇതെല്ലതും എല്ലായിടത്തും എത്തണം. പിന്നെ ഉള്ളി ഒരു ഏലക്കായ and ഒരു ഗ്രാമ്പു മാത്രം, കൂടുതൽ നമ്മൾ ചേർത്തിട്ടില്ല, ഓൺലി 1 മാത്രം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഓൾറെഡി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി കണ്ടിട്ട് വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് ചൂടാറാൻ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ബട്ടറും ചൂസ് ചെയ്യുന്നുണ്ട്, ഓയിലും, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ്. കൂടുതൽ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രത്തോളം ബട്ടർ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. കാരണം അറിയാലോ, ബട്ടറിൽ ആ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ അല്ലെങ്കിൽ വെന്ത് വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ചിക്കന് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, ആ ചിക്കന് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ദെൻ ആ ഒരു പാൻ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേവി തന്നെയാണ് നമ്മൾ പനീർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പനീറിന് നമുക്ക് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ 2 പാക്ക് പനീറാണ്. ആ 2 പാക്ക് പനീർ എടുത്തതിൽ ഒരു കാര്യമുണ്ട്, ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പനീർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മസാല കോട്ടിങ് വന്നിട്ട് അത് ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ഫ്രൈയിങ്ങിന് ശേഷം ഇത് ജസ്റ്റ് സ്നാക്ക് പോലെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. കഴിച്ച് ലാസ്റ്റിലേക്ക് എമൗണ്ട് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നോടിയായിട്ടാണ് 2 പാക്ക് ഓഫ് പനീർ ഇവിടെ എടുത്തിട്ടുള്ളത്, ബിക്കോസ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ പോർഷന് ബാക്കി ഉണ്ടായിരുന്നു, സെയിം ഇതിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പനീർ ഫ്രൈ ചെയ്യുന്നത്. പനീർ നമ്മൾ ഓവർ കുക്ക് ആവരുത്, അപ്പോൾ ഹാർഡായിപ്പോവും. ദെൻ നമ്മൾ സോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഉള്ളി ആൻഡ് ടൊമാറ്റോൻ്റെ ആ ഒരു പേസ്റ്റ് നമ്മൾ പ്യൂരി ആക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ, കുറച്ച് അധികം ലൂസ് ആവരുത്, നിങ്ങൾ ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അതൊന്ന്
എന്ത് ചെയ്യാം, തിളയ്ക്കാൻ വെക്കുക. ഈ ഒരു ഗ്രേവി നല്ല തിള വരുമ്പോൾ നമ്മൾ കുറച്ച് സ്പ്രിങ് അണിയനും ആൻഡ് കുറച്ച് സെലറിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു മസാല റെഡിയാക്കി ദെൻ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടോ. പിന്നെ ഓൾറെഡി നമ്മൾ പനീർ ഇവിടെ സോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത്. ബട്ട് നമ്മൾ ഒരിക്കലും ഇത് ഇളക്കി കൊടുക്കരുത്, കാരണം പനീർ നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ടില്ല, ഹാർഡായി പോകും. നമുക്ക് പനീർ പിന്നെ ഓവർ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ദെൻ നമ്മൾ അതിലേക്ക് നല്ല ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു ബോട്ടിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ നമ്മൾ ലാസ്റ്റ് വരുന്ന പോർഷൻ എന്ത് ചെയ്ത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ടൈമിലാണ് ഗാർണിഷിങ്ങിന് വേണ്ടതെന്നുള്ളത് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി സ്പ്രിങ് അണിയൻ കട്ട് ചെയ്തതും കുറച്ച് സെല്ലറിയും കൂടി ഇട്ട് ചെയ്തിട്ട് നമുക്കവിടെ മൂടി വെക്കാം. യെസ്, നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ബട്ടർ ചിക്കൻ. ആൻഡ് കുറച്ച് ഗീ റൈസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ചിക്കൻ, ദെൻ നമ്മുടെ ഗ്രേവി, പിന്നെ നമ്മുടെ പനീർ, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളൊരു പിടി പിടിക്കാൻ പോവാണ്. യെസ്, നമ്മൾ പനീർ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗീ റൈസിൻ്റെ കൂടെ ആണ് കേട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി വൺസ് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. സോ ഇതുപോലുള്ള അടിപൊളി റെസിപ്പി വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ. ബൈ.